Hey guys, welcome back to my channel. Guys, ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇറങ്ങാൻ നിൽക്കാണ്, വർക്കിന് ഇറങ്ങാൻ നിൽക്കാണ്. ചായ കുടിച്ചില്ല, ചായ കുടി ഉമ്മല്ല കേട്ടോ, ഉമ്മ പോയി ചായ കുടിക്കണം. കണ്ടോ, ഉമ്മ പോയി, ആള് പോയി, ആള് രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് തന്ന് ആള് പോയി. അപ്പം ഇനി ചായ കുടിക്കാം. കട്ടൻ കേട്ടോ, രാവിലെ തന്നെ കട്ടനാണ്. വീട്ടിൽ രാവിലെ കട്ടനായിരിക്കും. അപ്പോൾ കട്ടനടിച്ചിട്ട് വേണം പോകാൻ. രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് പോയിരുന്നു കേട്ടോ. ഉമ്മ പണിക്ക് പോയി. ഞാനിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീടിനടുത്ത് തന്നെ വർക്ക്, അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. എണീച്ചു ഫ്രഷായി. ഇനി ചായ, ഞാൻ രാവിലെ ചായ മാത്രമേ കുടിക്കുള്ളൂ വീട്ടിൽ നിന്ന്. ഇനി നേരെ ടൂൾസ് എടുക്കണം, നേരെ പോകണം. കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞ ഇതാണ് അവസ്ഥ. കാരണം രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പോയി. ഞാൻ ഇരിക്കുമ്പോഴേക്കൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കണം. ഇനി ബാഗ് എടുക്കണം. അങ്ങനെ കൊണ്ടുപോകാനൊന്നുമില്ല, മെയിൻ്റെനൻസും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് വരണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നേരെ സൈറ്റിൽ പോകണം, വണ്ടി എടുക്കണം. വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തീർത്ത് വേണം വേഗം വരാൻ. എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അത് വർക്ക് പെട്ടെന്ന് തീർക്കണം എനിക്ക്. ഫോട്ടോ അടിച്ചു കേട്ടോ. കുറേ കൊല്ലമായി ഞാൻ ജനിച്ച് എനിക്ക് അത്യാവശ്യം ഇതായതിൻ്റെ ശേഷം കാണാൻ തുടങ്ങിയ ഫോട്ടോ ആണ്. ഇപ്പോഴും ഈ ഫോട്ടോ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എണീച്ചോടെയൊക്കെ സെറ്റാക്കി അതൊക്കെ മടക്കി വെച്ച് നേരെ സൈറ്റിലോട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഐസ്. ഇതാട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. രാവിലെ തന്നെ അതിൽ ഫുള്ള് വർക്കാണ്. വണ്ടിന് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പണിക്ക് പോകണ വീട്ടിലത്തെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവണില്ലാണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടാക്കി. അപ്പോൾ അതിനൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിലേക്ക് വന്നതാണ്. സർവീസ് സെൻറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുക. സർവീസ് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് വണ്ടി. അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് തൊട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ ഒന്ന് കയറി മുടിയും വെട്ടി. തൊട്ടപ്പുറത്തേക്ക് മുടി വെട്ടാൻ നടന്നു. അവിടെ നിന്ന് കയറി മുടിയൊക്കെ ഒന്ന് വെട്ടി സർവീസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അവിടെ നിർത്തിയിട്ടുണ്ട്. ബുള്ളറ്റ് ഉണ്ടോ? ആ ബുള്ളറ്റാണ്. അപ്പോൾ ഇതിന് സർവീസ് കഴിഞ്ഞിട്ട് ഈ കാറും കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് സർവീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ആണ്. അത് സർവീസൊക്കെ കഴിഞ്ഞു. വണ്ടി പക്കയാക്കിയിട്ട് ഇതിൻ്റെ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ കേട്ടോ ഉമ്മ പണിയെടുക്കുന്ന വീട്. അവിടെ ഉമ്മ അവിടെ ഉണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ എൻ്റെ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. അതെടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതെടുത്ത് വീടെത്തിരിക്കണം ഗൈസ്. നിങ്ങൾ ചോദിച്ചാൽ കേട്ടോ, നിങ്ങൾ കാണാനല്ല വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള. അമ്മ അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി വരുന്നുണ്ട്. എന്തെങ്കിലും പറയാനുള്ളത്? എന്തെങ്കിലൊന്നും മുണ്ടാണ്ടിരിക്കണ്? നിങ്ങളെ വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി പറയണേ എൻ്റെ കുറേ ആൾക്കാർ. നിങ്ങൾ അതിന് ഉമ്മാനെ വീഡിയോ എടുക്കാൻ രാവിലെ ഞാൻ എണീക്കുമ്പോഴേക്കും പോവണേ. ഒന്നും പറയാനല്ലേ അമ്മ? മിസ് ഒന്നും പറയാനില്ല എന്ന് പറയണേ. മിസ് എല്ലാവരോടും സലാം പറയുന്നുണ്ട് കേട്ടോ അമ്മ. തിരിച്ചെല്ലാവരും സലാം പറയണം. ഇപ്പം ഇന്നത്തെ പരിപാടി ഇതാ, ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലിയും മുട്ടക്കറിയും ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ. അപ്പോൾ വേറെ ഒന്നും പറയാനല്ലേ അമ്മ നിങ്ങൾക്ക്? അമ്മ വേറെ ഒന്നും പറയാനല്ലേ നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല. വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ള പരാതി. കാശ് ഞാൻ രാവിലെ വീഡിയോ ഇട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ നീ ഇന്ന് വീഡിയോ ഇട്ടില്ലേ? രാവിലെ വന്നപ്പോൾ ചോദിക്കാൻ തുടങ്ങിയതാ. 2 മണിക്ക് വന്നപ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയതാ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഭയങ്കര പണിയില്ല. നമ്മളും ചോദിക്കണേനുള്ള മറുപടി ഒന്നും തരുന്നേ ഇല്ല. എന്തെങ്കിലും പറയുന്നത്? ഒന്നും പറയാനല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൽ. നിങ്ങളത്തൊക്കെ അന്വേഷിച്ചെന്നാ പറയണേ. കുറേ പേര് ഇങ്ങനെ കാണണം, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞമ്മ, തമാശ പറഞ്ഞല്ല. ഗൈസ് ഞാനേ വാങ്ങി കൊടുത്തു. ഞാൻ ഇറങ്ങാണ്. ഞാനേ ഹെലിക്കാട് പോയിട്ട് വരാം. ഇവിടെ ലേറ്റ് ഇട്ടോളി. ഞാൻ പോയിട്ടാ ഗൈസ്. അപ്പോൾ നെല്ലിക്കാട് തിരി കാണാം. അവിടെ ചെക്കന്മാർ കുറേ നേരം വിളിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കട്ടെ.
ലൈറ്റിൻ്റെ കുറച്ച് കമ്മി ഉണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറയേണ്ടി വന്നാൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും വിളിക്കുമ്പോഴാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുത്തൊക്കെ എവിടെ, എന്താ വീഡിയോസ് ഇടാത്ത, എന്താ വീഡിയോസ് ഇടാത്തെന്ന് കുറേ പേര് ചോദിക്കാൻ തുടങ്ങി. ഗൈസ് ആൾക്ക് ഓട്ടവും കാര്യങ്ങളുണ്ട്. ഗൈസ് ഇരുട്ടായിട്ടോ വിളിച്ചല്ല, ആൾക്ക് ഓട്ടവും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആൾ വീഡിയോ ഇടാത്തത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് ആൾ വർക്കിന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് അതാണ് ആൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു വീഡിയോസ് കാര്യങ്ങളും ഇട്ടോ, ചാനൽ താഴ്ത്താൻ നിൽക്കണ്ട, വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തോ, ചാനൽ കയറി വന്ന ചാനലാണ്, അതിന് നമ്മളായിട്ട് ഞാൻ ഇറക്കി വിടണ്ട. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആളെ ആഡ് ചെയ്യാം. എന്തായാലും ആൾ കുറച്ച് കഴിഞ്ഞ് എത്തും. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും ആളെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് ചായ മാസ്റ്റർ മാറിയിട്ടോ, പുതിയ ചായക്കടക്കാരനെ നമ്മളിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചെണ്ണം പോരാ, 6 മണേ, 2 ഗ്ലാസ് ഇടണ്ടേ? അങ്ങനെ ഉണ്ടോ? 2 ഗ്ലാസ്സിന് 6 എണ്ണം വേണ്ട? സാധാരണ ഞാൻ 1 ഗ്ലാസ്സിന് 3 എണ്ണം ഒഴിക്കലുണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലേ ഗൈസ്? അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയാണ് ഹോട്ടലിനുള്ളിലോട്ടോ. മുടി പറ്റിയത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ബോറായിട്ടുണ്ട് ഗൈസ്. വ്ളോഗിലാ എന്നീ പറയണ്ടോ? ഒന്നും പറയല്ല.